ഉത്തര കർണാടകയിലെ ഷിരൂരിൽ ലോറിയോടൊപ്പം മണ്ണിടിച്ചിലിൽ അകപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ്. നിലവിൽ ദുരന്ത സ്ഥലത്ത് കാലാവസ്ഥ കൂടി അനുകൂലമാണ്. കേരളവും കർണാടകയും ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ഒരു വിവരം കൂടി ദുരന്തഭൂമിയിൽ നിന്നും വരുന്നു. കൂടുതൽ വിവരങ്ങൾ രാജേഷ് പറമ്പിൽ നൽകും. രാജേഷ്, പറഞ്ഞോളൂ. അഭിരാമി, ഉത്തര കന്നഡയിൽ മലയിടിച്ചിലിൽ ലോറി അടക്കം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അകപ്പെട്ടിട്ട് ഇന്നേക്ക് 5-ാം ദിവസമാണ്. വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നതാണ് ഈ സമയം ഏറെ പ്രതീക്ഷ നൽകുന്നത്. ഈ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന ഒരു വാർത്ത കൂടി മലയിടിച്ചിൽ ദുരന്തം നടന്ന ഉത്തര കർണാടകയിലെ ഷിരൂരിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെ അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന ഏറ്റവും ശുഭകരമായ പ്രതീക്ഷ നൽകുന്ന വിവരം രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന കേന്ദ്രങ്ങൾ നൽകുന്നു എന്നതാണ്. GPS ട്രാക്കിങ്ങിൽ അർജുനന്റെ ലോറി കുടുങ്ങിക്കിടക്കുന്നു എന്ന് അനുമാനിക്കുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പോലീസ് സൂപ്രണ്ട് നാരായണയാണ് ഏറ്റവും ശുഭകരമായ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം, അതായത് ഉച്ചയോടെ അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്ന വിവരം അറിയിച്ചിട്ടുള്ളത്. അത്യാധുനിക റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത്. SDRF, NDRF എന്നിവരടങ്ങുന്ന ദൗത്യസംഘം ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. നിലവിൽ മലയിടിച്ചിൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് കാലാവസ്ഥ അനുകൂലമാണ്. ഇത് അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ രക്ഷാപ്രവർത്തകർക്കും വളരെ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നുണ്ട്. ഇതിനിടെ മന്ത്രി AK ശശീന്ദ്രൻ അർജുന്റെ കണ്ണാടിക്കലിലെ വീട് സന്ദർശിച്ചു. അർജുന്റെ കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിച്ചു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ ഒരു DYSP ഉൾപ്പെടുന്ന പോലീസ് സംഘത്തെ ദുരന്തസ്ഥലത്തേക്ക് അയക്കുമെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോഴിക്കോട് MP അടക്കം കേരളത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലും സമ്മർദ്ദവും കൂടി വന്നതോടെയാണ് ആശാവഹമായ രീതിയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം കൂടി ഇറങ്ങണമെന്ന് അർജുന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് കാലാവസ്ഥ കൂടി അനുകൂലമായതോടെ രക്ഷാപ്രവർത്തനം വളരെ മികച്ച രീതിയിൽ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നത്. ദുരന്തസ്ഥലത്ത് ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇനിയും തുടരാൻ സാധിച്ചാൽ ഉച്ചയോടെ തന്നെ അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ ശുഭവാർത്തക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുനന്റെ കുടുംബവും ഒപ്പം കേരളക്കരയും. അഭിരാമി. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായി തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. നാവികസേന ഉൾപ്പെടെയുള്ളവർ കൂടുതൽ സംവിധാനങ്ങളുമായി രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ നിറഞ്ഞ വിവരമാണ് ദുരന്തഭൂമിയിൽ നിന്നും വരുന്നത്. വിവരങ്ങൾ നൽകിയത് രാജേഷ് പറമ്പിലാണ്. മറ്റു വാർത്തകളിലേക്ക്.